പലരും പലപ്പോഴും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ കുറേ അധികം നമസ്കരിക്കുന്നുണ്ട്, കുറേ അധികം കാലം കൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാനും വീട്ടുകാരും പോയി ഹജ്ജിനും പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മനസ്സൊന്ന് സമാധാനമാകുന്നില്ല, മനസ്സൊന്ന് സംതൃപ്തിയാകുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അള്ളാഹുവിൻ്റെ റസൂല് അതിൻ്റെ മരുന്ന് നമുക്ക് കുറിച്ച് തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പടച്ച റബ്ബ് നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും രൂപങ്ങളിലേക്കും രൂപലാവണ്യങ്ങളിലേക്കും അല്ല അള്ളാഹു നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്കാണ്. സ്വന്തം ജീവിത പങ്കാളിയോട് പക, മകളോട്, മകനോട്, മരുമകനോട്, അതുപോലെ മരുമകളോട്, ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പലപ്പോഴും പകയും വിദ്വേഷവുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ടെൻഷനായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതുന്നുണ്ട്, സൂറത്ത് ഓതുന്നുണ്ട്, യാന്ത്രികമായി പലതും ചെയ്യുന്നുണ്ട്. 10ഉം 20ഉം റമളാൻ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. 10ഉം 15ഉം ലക്ഷം രൂപ മുടക്കി നമ്മൾ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. റമളാൻ വരുന്നതിന് മുമ്പേ നമ്മുടെ വീടകത്തളങ്ങളും ജനാല ചിന്നുകൾക്കിടയിലുള്ള ചെറിയ അഴുക്കുകൾ പോലും കഴുകി ശുദ്ധിയാക്കുന്നുണ്ട്. നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് നന്നായി കുളിച്ച് നല്ല വിലപിടിപ്പുള്ള പെർഫ്യൂംസ് പൂശി സുഗന്ധത്തോടൊപ്പം നടക്കുമ്പോഴും നമ്മുടെ അകത്തളം, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളം ദുർഗന്ധ പൂരിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റൊരാളെക്കുറിച്ചും പകയില്ലാത്ത, ദേഷ്യമില്ലാത്ത ഒരു മനസ്സ്, ആ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. നാം അപരൻ്റെ കുറ്റങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നാം നമ്മെക്കുറിച്ച്, എൻ്റെ പോരായ്മകളെക്കുറിച്ച് ഈ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാം നമ്മെക്കുറിച്ചൊരു പരിശോധന നടത്തി, എൻ്റെ മനസ്സിൻ്റെ വൃത്തികെട്ട പൈശാചിക ദുർഗന്ധപൂർണമായ മറ്റാർക്കും അറിയാൻ കഴിയാത്ത പലതും സംശുദ്ധീകരിച്ച് ഹൃദയ നിഷ്കളങ്കതയോടുകൂടി റമളാനെ വരവേൽക്കാൻ കഴിയണം. അത്തരം